ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആരവങ്ങൾക്കും ആവേശങ്ങൾക്കും ഒടുവിൽ ജനങ്ങൾ വിധിയെഴുതി. ഇനി ഭരിക്കുന്നത് പുതിയ സാരഥികളാണ്. ജനപ്രതിനിധികൾ ഭരണത്തിലെത്തിയെങ്കിലും നഗരസഭകളുടെ അമരത്ത് ആരു വേണമെന്ന കാര്യത്തിൽ ആശങ്ക ഇനിയും തുടരുകയാണ്. ജനാധിപത്യത്തിന്റെ വഴിയിൽ പുതിയ വികസന പ്രവർത്തനങ്ങളുമായി തങ്ങളുടെ പ്രതിനിധി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. ഈ വർഷത്തെ ഉള്ളൂർ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയത്തപ്പുണ്ണിയും ജസീന്ത മോറിസും അവാർഡ് ജേതാക്കൾ. പുരാണ പ്രസിദ്ധമായ ശൂരസംഹാരം നവംബർ 17 തിരുവണ്ണൂരിൽ. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ഉള്ളൂർ സ്മാരക പുരസ്കാരത്തിന് മലയത്ത് അപ്പുണ്ണിയും ജസീന്ത മോറിസും അർഹരായതായി ഉള്ളൂർ സ്മാരക സമിതി ഭാരവാഹികൾ പറഞ്ഞു. 10,001 രൂപയും സ്വർണ്ണ പതക്കവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ ആദ്യവാരം കോഴിക്കോട്ട് സമ്മാനിക്കും. മഹാകവി ഉള്ളൂരിന്റെ സ്മരണാർത്ഥം കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉള്ളൂർ സ്മാരക സമിതി നൽകി വരുന്ന ഉള്ളൂർ സ്മാരക പുരസ്കാരത്തിന് ഈ വർഷം പ്രശസ്ത കവി മലയത്തപ്പുണ്ണിയും സാഹിത്യകാരി ജസീന്ത മോറിസും തെരഞ്ഞെടുക്കപ്പെട്ടു. മലയത്തപ്പുണ്ണിയുടെ ഉറുമ്പരിക്കുന്ന മരം എന്ന കവിതാ സമാഹാരത്തിനും ജസീന്ത മോറിസിന്റെ സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. 10,001 രൂപയും സ്വർണ്ണ പതക്കവും ശില്പവും പ്രശംസാപത്രവുമാണ് പുരസ്കാരം. മലയാളത്തിൽ തന്നെ വളരെ ദീർഘമായ ഖണ്ഡകാവ്യങ്ങളാണ് അവർ എഴുതി വരുന്നത്. എല്ലാം അവരുടെ തന്നെ കഥകൾ അവർ 3 ഭാഷകളിലേക്ക്, മലയാളത്തിൽ എഴുതിയാൽ ഇംഗ്ലീഷിൽ ഹിന്ദിയിലേക്കും, ഇംഗ്ലീഷിൽ എഴുതുന്ന ഹിന്ദി മലയാളങ്ങളിലേക്കും പരിഭാഷപ്പെടുത്തുന്നുണ്ട്. വള്ളക്കാലമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരിയാണ്. അതുകൊണ്ട് അവരെയും നമ്മൾ അംഗീകരിക്കുകയാണ്. ഈ 2 പേർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഡോക്ടർ പ്രിയദർശൻ ലാൽ ചെയർമാനായിക്കൊണ്ടുള്ള കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയ മലയത്തപ്പുണ്ണി 100ഓളം പുസ്തകങ്ങളുടെ കർത്താവാണ്. വ്യത്യസ്ത ഭാഷകളിൽ 10ഓളം പുസ്തകങ്ങളുടെ കർത്താവായ ജസീന്ത മോറിസ് സാഹിത്യ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഉള്ളൂർ സ്മാരക സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടിയുടെ അധ്യക്ഷതയിൽ ഡിസംബർ ആദ്യവാരത്തിൽ കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി AP അനിൽകുമാർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മഹാകവി ഉള്ളൂരിന്റെ പൗത്രൻ പ്രൊഫസർ ഉള്ളൂർ M പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും ആറ്റക്കോയ പള്ളിക്കണ്ടി, ഡോക്ടർ പ്രിയദർശൻ ലാൽ തുടങ്ങിയവർ പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ മഹാസഖ്യത്തിന്റെ വിജയം BJPയും സംഘപരിവാറും അഴിച്ചുവിട്ട അസഹിഷ്ണുതക്കെതിരായ വിധിയെഴുത്താണെന്ന് JDU സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. രാജ്യത്തെ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം വിഭാഗീയതയിലേക്കാണ് മോദി സർക്കാർ തള്ളിവിട്ടത്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും അടിത്തറ തകർക്കുന്ന ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിയാണ് ബീഹാർ ജനത വിധിയെഴുതിയത്. ഇതിന്റെ തുടർ രാഷ്ട്രീയ ചലനങ്ങൾ രാജ്യത്തുണ്ടാവുമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. അത് ഇന്ത്യയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് UDF 3-ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് ചെറിയൊരു പ്രശ്നമല്ലല്ലോ. LDFന്റെ 20ഓളം അതിലധികം സീറ്റുകൾ BJP പിടിച്ചെടുത്തു എന്നുള്ളതും ചെറിയ കാര്യമല്ലേ. 2 മുന്നണികൾ വിലയിരുത്തേണ്ട കാര്യമല്ലേ ഇപ്പോൾ അതൊക്കെ. തിരുവണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പുരാണ പ്രസിദ്ധമായ ശൂരസംഹാര മഹോത്സവത്തിന് നവംബർ 10 തുടക്കമാകും. 17 സ്കന്ദ ഷഷ്ഠി ദിനത്തിലാണ് ദേവാസുര യുദ്ധവും താരകാസുര വധവും ശൂരസംഹാരവും നടക്കുന്നത്. ഓട്ടം തുള്ളൽ, അതുപോലെ തന്നെ തോൽപ്പാവ കൂത്ത്, പഴയ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ എല്ലാം തന്നെ കൊണ്ടുവന്ന് ആ പ്രദേശത്ത് ഒരു നല്ല ഉത്സവ അന്തരീക്ഷം കഴിഞ്ഞ കാലങ്ങളിലുള്ള അതേപോലെ തന്നെ ഈ വർഷവും 7 ദിവസം നിലനിൽക്കുന്ന ഒരു വലിയ
പരിപാടിയാണ് ഈ ശൂരസംഹാര മഹോത്സവം കൊണ്ട് ആ പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നവംബർ 10 ചൊവ്വാഴ്ച വൈകുന്നേരത്തെ കാവടി എഴുന്നള്ളിപ്പൂടെ ഇക്കൊല്ലത്തെ ശൂരസംഹാര ചടങ്ങുകൾക്ക് തുടക്കമാകും. ആഘോഷങ്ങൾക്ക് മേൽശാന്തി ബ്രഹ്മശ്രീ പാലക്കുളം പരമേശ്വരൻ നമ്പൂതിരി കൊടിയേറ്റും. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ നാദസ്വരമേളം, ഗാനമേളകൾ, നൃത്തനൃത്യങ്ങൾ, ചാക്യാർകൂത്ത് എന്നിവയും അരങ്ങേറും. നവംബർ 17 പുരാണ പ്രസിദ്ധമായ ശൂരസംഹാരം. അസുര രാജാവായ ശൂരപത്മനെ ഗണപതിയുടെയും വീരബാഹുവിന്റെയും സഹായത്തോടെ ബാലസുബ്രഹ്മണ്യൻ വധിക്കുന്നതാണ് ശൂരംബട എന്ന ശൂരസംഹാരം. ശൂരതാരക, വീരബാഹു തുടങ്ങിയ 8 അടിയോളം വരുന്ന കോലങ്ങൾ തിരുവണ്ണൂരിൽ ക്ഷേത്ര പരിസരത്ത് പ്രതീകാത്മക യുദ്ധത്തിൽ പങ്കെടുക്കും. ബിജെപിക്ക് കോൺഗ്രസുമായി ധാരണയുണ്ടെന്ന വാദം ശരിയാണെന്ന് ഫലം വ്യക്തമാക്കുന്നതായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷനിൽ സ്വന്തം ശക്തി കൊണ്ടല്ല UDF വോട്ട് കൊണ്ടാണ് BJP നേട്ടമുണ്ടാക്കിയതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റമൊന്നും BJPക്ക് ഉണ്ടായിട്ടില്ല. കോർപ്പറേഷനിൽ BJP ജയിച്ച ചേവരമ്പലത്ത് 2010 379 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ ബലിയാടാക്കുകയായിരുന്നു അവർ. MK രാഘവൻ MP പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷൻ വാർഡിലും BJP ജയിച്ചു. അവിടെ 674 വോട്ടും മാറാട് 834 വോട്ടും കോൺഗ്രസിന് കുറഞ്ഞു. ചക്കോരത്തുകുളത്ത് CPM സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രനെതിരെ BJP സ്ഥാനാർത്ഥി രണ്ടാമതെത്തി. BJPക്ക് 579 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി. 474 വോട്ടാണ് ഇവിടെ കോൺഗ്രസിന് കുറഞ്ഞത്. പുതിയാപ്പയിൽ കോൺഗ്രസുകാർക്ക് കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ BJP നിർത്തി. 400-ലേറെ വോട്ടാണ് കോൺഗ്രസിന് അവിടെ കുറഞ്ഞത്. കഠിന പ്രയത്നത്തിലൂടെ പുതിയാപ്പയിൽ CPM ജയിച്ചു. ഇടതുപക്ഷത്തെ ശക്തന്മാർക്കെതിരെ ടാർഗറ്റ് ചെയ്ത് നീക്കം നടന്നു. കല്ലായിൽ CPM നേതാവ് കാനങ്ങോട്ട് ഹരിദാസനെ തോൽപ്പിക്കാൻ BJP തിരിച്ച് കോൺഗ്രസിന് വോട്ട് മറിച്ചു. 588 വോട്ടുള്ള BJPക്ക് ഇത്തവണ 172 വോട്ടാണ് കിട്ടിയത്. കൂട്ടിച്ചേർത്ത വാർഡുകൾ വഴിയുള്ള ഭൂരിപക്ഷം കൊണ്ടാണ് CPM ഭരിക്കുന്നതെന്ന ആക്ഷേപവും ഫലം വന്നതോടെ ഇല്ലാതായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താങ്കൾ പറഞ്ഞ പ്രശ്നങ്ങളിലും ഉൾപ്പെടെ എല്ലാ സാമൂഹ്യ വശങ്ങൾ പരിഗണിക്കും, രാഷ്ട്രീയ വശങ്ങൾ പരിഗണിക്കും. അതെല്ലാം നമ്മുടെ ജില്ലയുടെ ഒരു സാമൂഹ്യ അവസ്ഥക്ക് അനുസൃതമായ നിലയിലുള്ള തീരുമാനങ്ങളായിരിക്കും LDF എടുക്കുക. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, A പ്രദീപ് കുമാർ MLA, TP ദാസൻ, TV ബാലൻ, മുക്കം മുഹമ്മദ്, PR സുനിൽ, EP ദാമോദരൻ, K സത്യചന്ദ്രൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പത്മവിഭൂഷൺ E ശ്രീധരന് പൂർവ്വവിദ്യാലയമായ കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സ്വീകരണം നൽകും. സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് VR കൃഷ്ണയിൽ അടക്കമുള്ള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ 17 മഹത് വ്യക്തികളുടെ ജീവചരിത്രമടങ്ങുന്ന പുസ്തകം പ്രകാശനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. 1942 മുതൽ 1944 വരെയാണ് മെട്രോമാൻ E ശ്രീധരൻ കൊയിലാണ്ടി ഡിസ്ട്രിക്ട് ബോർഡ് ഹൈസ്കൂളിൽ പഠിച്ചത്. സ്വദേശം പാലക്കാടായിരുന്നു എങ്കിലും കൊയിലാണ്ടി രജിസ്റ്റർ ഓഫീസ് ക്ലാർക്കായിരുന്ന പെങ്ങളുടെ ഭർത്താവിന്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അക്കാലത്തെ വിദ്യാഭ്യാസം. 5ാം തരത്തിലും 1ാം ഫോറത്തിലും E ശ്രീധരൻ കൊയിലാണ്ടി സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു. E ശ്രീധരന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയതും കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ്. പത്മവിഭൂഷൺ ബഹുമതി നൽകി രാജ്യം ആദരിച്ച തങ്ങളുടെ വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥിയായ E ശ്രീധരന് കൊയിലാണ്ടി GVHSS ബോയ്സ് സ്കൂളിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. കൊയിലാണ്ടിയിൽ നിന്നും വളർന്നു വന്ന് വിശ്വപൌരന്മാരായി മാറിയ VR കൃഷ്ണയ്യരെ പോലെയുള്ള CH മുഹമ്മദ് കോയെ പോലുള്ള KP ഉണ്ണികൃഷ്ണൻ പോലെയുള്ള E ശ്രീധരനെ പോലെയുള്ള 17 മഹത് വ്യക്തികളുടെ ജീവചരിത്ര കുറിപ്പുകളടങ്ങിയ ഒരു പുസ്തകവും ഇന്ത്യ ധന്യമാക്കിയ കൊയിലാണ്ടി എന്ന പേരിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. നവംബർ 10 സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയെ ധന്യമാക്കിയ കൊയിലാണ്ടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം E ശ്രീധരൻ നിർവഹിക്കും. പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സാഹിത്യകാരൻ UA ഖാദർ പുസ്തകം ഏറ്റുവാങ്ങും. VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള 17 മഹത് വ്യക്തികളുടെ ജീവചരിത്രമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. പരിപാടിയിൽ MLA K ദാസൻ അധ്യക്ഷനായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം.
ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. അനുഭവത്തിൽ നിന്ന് UDF പാഠം പഠിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP. UDFിലെ സംഘടനാ ദൌർബല്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മതേതര ചേരിക്ക് ഊർജ്ജം നൽകുന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. ന്യൂഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും BJPക്കുണ്ടായ പരാജയം മോദിയുടെ കൌണ്ട് ഡൌൺ തുടങ്ങിയതിന്റെ തെളിവാണെന്നും CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി മതേതര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ET മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ UDFിന്റെ ഭാഗത്തു നിന്നുള്ള ചില വീക്ക്നെസ്സുകളാണ്, അതായത് ഈ സംഘടനാ ദൗർബല്യങ്ങളാണ്. ആ സംഘടനാ ദൗർബല്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നേനെ. അല്ല, അത് വേണമല്ലോ. അതിപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, എല്ലാം കൂടിയിരുന്ന് ആലോചിച്ചിട്ട് UDFിന് എങ്ങനെ കൂടുതൽ കരുത്താർജിക്കാൻ പറ്റും. അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. BJPയിലേക്ക് പോയ വോട്ടുകളിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഫ്ലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അവരും പരിശോധിക്കണം, ഇടതുപക്ഷം പരിശോധിക്കണം. കോഴിക്കോട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട LDF കൌൺസിലർമാർക്ക് കോഴിക്കോട് മുതലക്കുളത്ത് ഉജ്ജ്വല സ്വീകരണം. ആത്മാഭിമാനത്തിന്റെ ഒരു കണികയുണ്ടായിരുന്നുവെങ്കിൽ ഫലപ്രഖ്യാപനം വന്നയുടൻ സർക്കാർ രാജിവെക്കുമായിരുന്നുവെന്ന് സ്വീകരണം ഉദ്ഘാടനം ചെയ്ത എളമരം കരീം MLA പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ LDF സാരഥികൾക്ക് നാടിന്റെ അഭിനന്ദനവും ആദരവും. കോർപ്പറേഷനിൽ മികച്ച വിജയം സ്വന്തമാക്കിയ LDF സ്ഥാനാർത്ഥികൾക്കാണ് കോഴിക്കോട് നഗരം ഉജ്ജ്വല സ്വീകരണം നൽകിയത്. 2010 ലഭിച്ചതിനേക്കാൾ 7 സീറ്റ് കൂടുതൽ പിടിച്ചാണ് കോർപ്പറേഷനിൽ LDF തകർപ്പൻ വിജയം നേടിയത്. LDF കോർപ്പറേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ മുതലക്കുളത്തൊരുക്കിയ ആവേശകരമായ സ്വീകരണം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടിന് പിന്തുണ നൽകിയ മന്ത്രി MK മുനീറിന് കോഴിക്കോട്ടെ ജനം നൽകിയ തിരിച്ചടിയാണ് കോർപ്പറേഷനിൽ LDFിന്റെ തിളക്കമാർന്ന ജയത്തിന് കാരണമായതായി അദ്ദേഹം പറഞ്ഞത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. UDF എന്ന് പറയുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം നടത്തിയ ദുർഭരണത്തിന് കനത്ത തിരിച്ചടിയാണ് കേരള ജനത നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 4.5 കൊല്ലമായി കോഴിക്കോടിനോട് UDF സർക്കാർ കാണിക്കുന്ന അവഗണന ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. താൻ ജീവിക്കുന്ന സിവിൽ സ്റ്റേഷൻ വാർഡിൽ BJP സ്ഥാനാർത്ഥി എങ്ങനെ ജയിച്ചുവെന്ന് MK രാഘവൻ MP പറയുന്നത് കേൾക്കാൻ നഗരത്തിലെ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാൻഡ് വാദ്യമേളങ്ങളുടെയും ബൈക്ക് റാലികളുടെയും അകമ്പടിയോടെയാണ് വിജയികളെ വാർഡുകളിൽ നിന്ന് ആനയിച്ച് പ്രവർത്തകർ മുതലക്കുളത്തേക്ക് എത്തിച്ചത്. പരിപാടിയിൽ LDF നേതാക്കൾ 48 പുതിയ കൌൺസിലർമാരെ ഹാരാർപ്പണം നടത്തി. വിജയികൾ സ്റ്റേജിലെത്തിയപ്പോൾ പ്രവർത്തകരുടെ ആവേശം മണപൊട്ടി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P. ഗവാസ് അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, PT രാജൻ, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, PT ആസാദ്, CP ഹമീദ്, സഗീഷ് ബാബു, അഹമ്മദ് ദേവ്രഗോവിൽ എന്നിവർ സംസാരിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TP ദാസൻ സ്വാഗതവും M. മോഹനൻ നന്ദിയും പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VV ദക്ഷിണാമൂർത്തി, TP രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം A. പ്രദീപ് കുമാർ MLA, ജില്ലാ സെക്രട്ടറി P. മോഹനൻ, AK ശശീന്ദ്രൻ MLA, പുരുഷൻ കടലുണ്ടി MLA, മുൻ മേയർ AK പ്രേമജം, ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, MKM കുട്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെള്ളയിൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് പിടികൂടിയ ലീഗ് പ്രവർത്തകരെ വിട്ടുകിട്ടാൻ നേതൃത്വം ഇടപെട്ടില്ലെന്നാരോപിച്ച് പ്രവർത്തകർ ലീഗ് ഹൌസിന് മുന്നിൽ ഉപരോധം തീർത്തു. CPM പ്രവർത്തകരെ ഇറക്കാൻ നേതാക്കൾ എത്തിയപ്പോൾ ലീഗുകാരെ തേടി ആരും എത്തിയില്ലെന്നുമാണ് പരാതി. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ വാർത്താസമ്മേളനം നടത്താൻ ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP ലീഗ് ഹൌസിലെത്തിയ സമയത്താണ് പ്രവർത്തകർ എത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത CPMകാരെ ഇറക്കാൻ അവരുടെ നേതാക്കൾ സ്റ്റേഷനിലെത്തിയെന്നും ലീഗുകാരെ തേടി ആരും എത്തിയില്ലെന്നും ഇവർ പറഞ്ഞു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പുതിയ കടവ് ഭാഗത്തേക്ക് വരാൻ നേതാക്കളെ അനുവദിക്കില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ എത്തിയ ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജിയെ പ്രതിഷേധക്കാർ ഉപരോധിച്ചു. ഓഫീസിലേക്ക് കടത്തിവിടാതെ പ്രതിഷേധക്കാർ ഇദ്ദേഹത്തിന് ചുറ്റും വലയം തീർത്തു. ഇതിനിടെ ഒരു വിഭാഗം ഓഫീസിനകത്തേക്ക് തള്ളിക്കയറി. നടക്കാവ് CIയുടെ നേതൃത്വത്തിൽ പ്രകോപനമില്ലാതെയാണ് പോലീസ് പുതിയ കടവിൽ പ്രവർത്തിച്ചതെന്നും സ്ത്രീകളടക്കമുള്ളവരെ ആക്രമിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 ലീഗ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ ഒരാളെ ഞായറാഴ്ച വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചതായും ലീഗ് പ്രവർത്തകർ പറഞ്ഞു. ലീഗ് CPM സംഘർഷം എന്ന തരത്തിൽ പ്രചരിപ്പിച്ചത് അടിസ്ഥാനരഹിതമാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. എല്ലാ പ്രശ്നവും പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്.
പ്രവർത്തകരുടേത് സ്വാഭാവിക പ്രതിഷേധമാണെന്നും ഇത് മനസ്സിലാക്കിയതായും ഇ ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് കീഴിലെ 3 ഡിവിഷനുകളിൽ ബിജെപി നേടിയ അഭിമാന വിജയം നാടിന്റെ ഉത്സവമാക്കി മാറ്റി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വാദ്യമേള ഘോഷങ്ങളോടെ വാഹനങ്ങളിൽ വിജയികളുമായി പ്രവർത്തകർ നഗരപ്രദക്ഷിണം നടത്തി. ഇടതുകോട്ടയിൽ ജനകീയ വിജയം കരസ്ഥമാക്കിയ ഭാരതീയ ജനതാ പാർട്ടി ആഹ്ലാദം ജനങ്ങൾക്കൊപ്പം പങ്കിട്ടു. കോഴിക്കോട് കോർപ്പറേഷന്റെ തന്ത്രപ്രധാനവും വികസനവും ആവശ്യമായ ഡിവിഷനുകളിൽ നിന്നാണ് ബിജെപി സ്ഥാനാർത്ഥികൾ വിജയം കരസ്ഥമാക്കിയത്. പ്രചരണം ആരംഭിച്ചതു മുതൽ വിജയം ഉറപ്പിച്ചായിരുന്നു ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള നീക്കങ്ങൾ. ബേപ്പൂർ പോർട്ട് ഡിവിഷനിൽ നിന്നും നെല്ലിക്കോട്ട് സതീഷ് കുമാർ, ബേപ്പൂർ ഡിവിഷനിൽ നിന്നും തോട്ടപ്പായി അനിൽകുമാർ, മാറാട് ഡിവിഷനിൽ നിന്നും പൊന്നത്ത് ഷൈമ എന്നിവരാണ് വിജയിച്ചത്. പഴയ ഗ്രാമപഞ്ചായത്തിൽ ഇടത് ചെങ്കോട്ട എന്നറിയപ്പെടുന്ന കിഴക്കുംപാടം ഉൾപ്പെടുന്ന വാർഡിൽ നിന്ന് നെല്ലിക്കോട്ട് സതീഷ് കുമാർ പഞ്ചായത്ത് അംഗമായി ബിജെപിക്ക് ആദ്യ സീറ്റ് നേടിക്കൊടുത്ത ആൾ കൂടിയാണ്. ഒരു മാറ്റം ആഗ്രഹിച്ച ജനങ്ങളാണ് തങ്ങളെ വിജയത്തിലെത്തിച്ചതെന്ന് മൂവരും പറയുന്നു. ചിട്ടയായ പ്രചരണവും പ്രവർത്തനവും ഇവർക്ക് തുണയേകി. ഗൃഹസമ്പർക്കം മുതൽ പൊതുയോഗങ്ങളിൽ വരെ വലിയ ജനസാന്നിധ്യമായിരുന്നു. 47ാം ഡിവിഷൻ ബേപ്പൂർ പോർട്ടിൽ 367 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബിജെപിക്കുള്ളത്. CPM സ്ഥാനാർത്ഥി റസൽ പള്ളത്തിന് 1657ഉം UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ പി മാധവദാസിന് 1228 വോട്ടും ലഭിച്ചു. 48 ബേപ്പൂർ ഡിവിഷനിൽ 99 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അനിൽകുമാർ ജയിച്ചത്. 23,073 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി മാതമ്പട്ട് പുരുഷോത്തമന് 22,074 വോട്ടും UDF സ്ഥാനാർത്ഥി അബ്ദുൽ ജബ്ബാറിന് 1909 വോട്ടും SDPI സ്ഥാനാർത്ഥി മുഹമ്മദ് ഇബ്രാഹിമിന് 115 വോട്ടും ലഭിച്ചു. 49 മാറാട് ഡിവിഷനിൽ 26 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പൊന്നത്ത് ഷൈമയ്ക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി പി മല്ലികയ്ക്ക് 2500 വോട്ടും UDF സ്ഥാനാർത്ഥി പിണ്ണാണത്ത് ശാലിനിക്ക് 566 വോട്ടും ലഭിച്ചു. വിജയികളുമായി BJP പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. തുറന്ന വാഹനങ്ങളിൽ സ്ഥാനാർത്ഥികൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. പായസ വിതരണവും ലഡു വിതരണവും ഉണ്ടായിരുന്നു. കെ സത്യൻ കൊയിലാണ്ടി നഗരസഭ അധ്യക്ഷ പദവിയിലേക്ക്. പാർട്ടിയിൽ പ്രിയങ്കരനായ സത്യൻ വക്കീൽ 18ാം ഡിവിഷനിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സത്യന് അധ്യക്ഷ സ്ഥാനം നൽകുമെന്ന് ജനവിധിക്ക് മുൻപേ തന്നെ CPM പ്രഖ്യാപിച്ചിരുന്നു. കൊയിലാണ്ടി നഗരസഭയിലെ 18ാം ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കെ സത്യനാകും കൊയിലാണ്ടി നഗരസഭ അധ്യക്ഷൻ. സത്യൻ വക്കീലിനെ ഭരണം ലഭിച്ചാൽ ചെയർമാനാക്കുമെന്ന് ജനവിധിക്ക് മുൻപേ തന്നെ CPM പ്രഖ്യാപിച്ചതിനാൽ ആശയക്കുഴപ്പമൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. സാധാരണ കുടുംബത്തിൽ നിന്ന് വിദ്യാർത്ഥിയായിരിക്കെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച സത്യൻ DYFI കൊയിലാണ്ടി ബ്ലോക്ക് പ്രസിഡന്റ്, CPM സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇപ്പോൾ CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. കൊയിലാണ്ടി ബാർ അസോസിയേഷൻ സെക്രട്ടറിയായിരുന്നു. 5 വർഷം അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറുമായി. കൊയിലാണ്ടി പബ്ലിക് ലൈബ്രറി കമ്മിറ്റി പ്രസിഡന്റും പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റി പ്രസിഡന്റും ഓൾ കേരള ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമാണ്. ഭാര്യ കവിത പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ജാൻവി, ജിനിത് എന്നിവർ മക്കളാണ്. 44-28 സീറ്റ് നേടിയാണ് LDF 5ാം തവണയും അധികാരം നിലനിർത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് അധികം നേടിയാണ് ഇടത് വിജയം ആവർത്തിച്ചത്. അധികാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കുറവാണ് ലഭിച്ചത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നടനചാരുത കൊണ്ട് വിസ്മയം തീർക്കുകയാണ് മീനാക്ഷി ശ്രീനിവാസൻ. ചാവറ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ച രസവികൽപ്പത്തിലാണ് കോഴിക്കോട് ചങ്കുളത്ത് കുടുംബാംഗമായ മീനാക്ഷി ശ്രീനിവാസന്റെ ഭരതനാട്യം അരങ്ങേറിയത്.
രസവികൽപ്പത്തിന്റെ 8ാം നാൾ മീനാക്ഷി ശ്രീനിവാസന്റെ ഭരതനാട്യമാണ് അരങ്ങേറിയത്. കേരള സംഗീത നാടക അക്കാദമി ചാവറ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിക്കുന്ന 10 ദിവസത്തെ രസവികൽപ്പം നൃത്തോത്സവത്തിലാണ് പ്രമുഖ നർത്തകി കോഴിക്കോട് ചെങ്കളത്ത് കുടുംബാംഗമായ മീനാക്ഷി ശ്രീനിവാസൻ ഭരതനാട്യം അവതരിപ്പിച്ചത്. അലാരിപ്പിൽ തുടങ്ങി വർണ്ണം, അഗ്നിപ്രവേശം എന്നിവ അവതരിപ്പിച്ച് തില്ലാനയോടെയാണ് നൃത്തം പൂർണ്ണമായത്. മീനാക്ഷി ശ്രീനിവാസന്റെ സ്വദേശം കോഴിക്കോടാണെങ്കിലും ചെന്നൈയിലാണ് പഠിച്ചതും വളർന്നതും. ചെന്നൈ കലാക്ഷേത്രത്തിലാണ് നൃത്തം അഭ്യസിച്ചത്. ഡാൻസറും കൊറിയോഗ്രാഫറുമായ മീനാക്ഷി ഇന്ത്യയിലും പുറത്തുമായി നിരവധി വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് രാഗിണി ചന്ദ്രശേഖരനും സീതാ ശശിധരനും അവതരിപ്പിക്കുന്ന ഭരതനാട്യമായിരിക്കും അരങ്ങേറുക. മുഹമ്മദ് റഫിയുടെയും ലതാ മങ്കേഷ്കറിന്റെയും ഗാനങ്ങളുമായി സുഹാനി രാത്ത് സംഗീത പരിപാടി കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായാണ് സാക്സഫോൺ കൊണ്ട് വിസ്മയം തീർത്ത സംഗീത കാഴ്ച ഒരുക്കിയത്. ആസ്വാദകർക്ക് വിസ്മയമൊരുക്കിയാണ് PF രാജുവിന്റെ സാക്സഫോൺ സോളോ ഓർക്കസ്ട്ര സുഹാനി രാത്ത് അരങ്ങേറിയത്. സിന്ദഗി കാസഫർ എന്ന ഗാനം വായിച്ചുകൊണ്ടാണ് രാജു സദസ്സിനെ ആദ്യം കയ്യിലെടുത്തത്. പതിറ്റാണ്ടുകളായി സംഗീതവേദിയിൽ പുല്ലാങ്കുഴൽ, ക്ലാർനെറ്റ്, സാക്സഫോൺ വാദകനായി എത്തുന്ന രാജു അക്ഷരാർത്ഥത്തിൽ സദസ്സിനെ ഇളക്കിമറിച്ച കാഴ്ചയായിരുന്നു ടൗൺഹാളിൽ കാണാനായത്. മന്ത്രി എം കെ മുനീർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹം മുംബൈയിലൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു സാക്സഫോണിസ്റ്റ് ആകുമായിരുന്നു. അദ്ദേഹത്തെ പോലെ ഇത്രയും കഴിവും മിടുക്കുമുള്ള ആളുകൾ ഇന്ത്യയിൽ തന്നെ എണ്ണാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന ആളാണ് PF രാജു എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം രാജുവേട്ടൻ. പിന്നെ അദ്ദേഹം ഫ്ലൂട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം വിൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനായാസം ചെയ്യാൻ പറ്റുന്നില്ല, ആയാസം ആവശ്യമുള്ള. ഫസൽ ഗഫൂർ, മ്യൂസിക് അസോസിയേഷൻ പ്രസിഡന്റ് കെ സലാം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബിസിനസ് വാർത്തകൾ. ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ആനുകൂല്യങ്ങൾ നൽകിയും വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 22ാം വാർഷികാഘോഷങ്ങൾ കോഴിക്കോട്ട് ആരംഭിച്ചു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആഭരണ മേഖലയിൽ മികച്ച കളക്ഷനുകളുമായി ജനഹൃദയം കീഴടക്കിയ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 22ാം വാർഷികാഘോഷ പരിപാടികൾ കോഴിക്കോട് നടന്നു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നികുതി വെട്ടിപ്പ് ഇല്ലാതെ വർഷങ്ങളായി ഉപഭോക്താക്കളോട് മികച്ച സമീപനമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്വീകരിക്കുന്നതെന്നും ആകർഷകമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പുതിയ വികസന പദ്ധതികളാണ് സ്ഥാപനം സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ഗോൾഡിന്റെ 22ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ കൂടെ വരുവാനും നിങ്ങളുമായിട്ട് പരിചയപ്പെടുവാനും ഒക്കെ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും വളരെ അഭിമാനകരമായ മാതൃകാപരമായ നേട്ടമാണ് മലബാർ ഗോൾഡ് കൈവരിച്ചതെന്നതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കോഴിക്കോടിന് അഭിമാനമുള്ള ഒരു കാര്യമാണ് അവസാനം തുടങ്ങി വെച്ച ഈ മലബാർ ഗോൾഡ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമുകളിലും വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം വിവിധ ദിനങ്ങളിലായാണ് നടക്കുന്നത്. കോഴിക്കോട് നടന്ന പരിപാടിയിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ അഷർ O, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP വീരാൻകുട്ടി, AK നിഷാദ്, കോർപ്പറേറ്റ് ഹെഡ്സ്, മറ്റു വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ എളിയ രീതിയിൽ കൊളംബോ കോംപ്ലക്സിന്റെ മകളിൽ പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ജ്വല്ലറി എന്ന ബിസിനസിനെ പറ്റി ഞങ്ങൾക്ക് തീരെ അറിവുണ്ടായിരുന്നില്ല. അന്ന് കപ്പർ ബസാറിൽ നിന്നും വന്ന് ജ്വല്ലറി എന്താണെന്ന് പഠിക്കാൻ വേണ്ടിക്കൊണ്ട് അന്നത്തെ ഒരുപാട് മാനുഫാക്ചർ സട്ടാമാരെടുത്ത് പോയിരുന്ന് എങ്ങനെ ക്വാളിറ്റി കൊടുക്കാം,
അപ്പൊ അവർ പറയും ക്വാളിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് കോസ്റ്റ് കൂടും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതിന്റെ ക്വാളിറ്റി അധികം തരാം, ഒരു 100 ശതമാനം ജാസ്തി തരാം മരം എന്ന് പറഞ്ഞ മാതിരി എക്സ്ട്രാ വരാം, അങ്ങനെ കൂലി കൂടുതൽ തരാം. അന്ന് മുതൽ ക്വാളിറ്റിക്ക് വേണ്ടി 22ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലുടനീളമുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമുകളിലെത്തുന്ന ഉപഭോക്താക്കൾക്കായി 15 കോടി രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ 1 മുതൽ 30 വരെ കേരളത്തിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ നിന്നുള്ള ഓരോ 3000 രൂപയുടെ പർച്ചേസിനോടൊപ്പവും ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയങ്ങളും കൂടാതെ ആഴ്ചതോറും നടത്തുന്ന നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകളും സമ്മാനമായി ലഭിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യൻ ഓർത്തോഡോണ്ടിക് സൊസൈറ്റിയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഓർത്തോഡോണ്ടിക് ചികിത്സയെക്കുറിച്ചും അതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി ദന്തൽ കോളേജിൽ എക്സിബിഷനും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നാടകങ്ങളും സംഘടിപ്പിക്കും. നവംബർ 10-ാം തീയതി സ്മൈൽ ടോർച്ച് എന്ന ദീപശിഖ കോഴിക്കോട് നഗരത്തിൽ എത്തിച്ചേരും. പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം നവംബർ 10 രാവിലെ 8:30 മണിക്ക് കോഴിക്കോട് ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ വെച്ച് നടക്കുമെന്നും ഡോക്ടർ ഫിറോസ് മൂപ്പൻ, ഡോക്ടർ ശോഭ സുന്ദരേശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെയർ ഫൌണ്ടേഷൻ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിൽ ചൂലൂരിൽ സ്ഥാപിക്കുന്ന MVR ക്യാൻസർ സെന്ററിന്റെ ശിലാസ്ഥാപനം നവംബർ 13 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. വിവിധ ബ്ലോക്കുകളുടെ ശിലാസ്ഥാപനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ, PK കുഞ്ഞാലിക്കുട്ടി, മുൻ സഹകരണ വകുപ്പ് മന്ത്രി G സുധാകരൻ, MK രാഘവൻ MP, PT റഹീം MLA എന്നിവർ നിർവഹിക്കും. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സംസാരിക്കുമെന്നും ചെയർമാൻ CN വിജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 6 പുസ്തകങ്ങളുടെ പ്രകാശനം നവംബർ 11 കോഴിക്കോട് ടൌൺ ഹാളിൽ നടക്കും. MK രാഘവൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ രാഘവൻ പയ്യനാട് മുഖ്യപ്രഭാഷണം നടത്തും. 6 ദിവസത്തെ പുസ്തകോത്സവവും 4 പുസ്തകങ്ങളുടെ പ്രകാശനവും നവംബർ 12 പയ്യന്നൂരിൽ നടക്കുമെന്നും S കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വപ്നഗ്രഹങ്ങൾക്ക് സുന്ദരമായ വർണ്ണങ്ങൾ നൽകി വരുന്ന ബർജർ പെയിന്റ്സിന്റെ പുതിയ പരീക്ഷണങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർജർ പെയിന്റ്സിന്റെ പുതിയ സംരംഭമായ ബർജർ കളർ സ്റ്റുഡിയോ കോഴിക്കോട് അരക്കിണറിൽ ഐശ്വര്യ പെയിന്റ്സിൽ പ്രവർത്തനം ആരംഭിച്ചു. അരക്കിണർ അനുഗ്രഹ ആർക്കഡിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ പെയിന്റ്സിൽ ബർജർ കളർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം P യശോദ നിർവഹിച്ചു. ബർജർ പെയിന്റ്സ് കേരള ഹെഡ് സെജു K ഈപ്പൻ, ബർജർ പെയിന്റ്സ് കോഴിക്കോട് ഡിപ്പോ മാനേജർ ജിൻസ് സെബാസ്റ്റ്യൻ, P ജയരാജ്, P ഷീനു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബർജർ കളർ സ്റ്റുഡിയോ, ഐശ്വര്യ പെയിന്റ്സ്, അനുഗ്രഹ ആർക്കേഡ്, അരക്കിണർ. ഫോൺ 9847700551. അറിയിപ്പുകൾ. ശിശുദിനത്തിന്റെ ഭാഗമായി കൊളത്ര റഹിമാൻ ബസാർ TM മദ്രസ LP സ്കൂളിൽ ബാലചിത്ര രചനാ മത്സരം നടത്തുന്നു. പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ഫോൺ 9605392949. ഗാന്ധി റോഡ് സന്മാർഗ ദർശിനി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിശുദിനത്തോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതവും രാഷ്ട്രസേവനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി 14 വൈകിട്ട് 3:30 മണിക്ക് ലൈബ്രറി ഹാളിൽ ക്വിസ് മത്സരം നടത്തും. ഫോൺ 8281609344. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. ഈ വർഷത്തെ ഉള്ളൂർ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയ തപ്പുണിയും ജസീന്ത മോറിസും അവാർഡ് ജേതാക്കൾ. പുരാണ പ്രസിദ്ധമായ ശൂരസംഹാരം നവംബർ 17 തിരുവണ്ണൂരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.